മത്തി മുളകിട്ടത്. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മത്തി. അത് നമുക്കൊന്ന് മുളകിട്ട് വെച്ചാലോ? അസാധ്യ രുചിയാണ്, ഒരു രക്ഷയില്ല. അതിനായിട്ട് 3/4 കിലോ മത്തി കഴുകി വൃത്തിയാക്കി വരിഞ്ഞാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉപ്പും പുളിയും വേഗം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഉലുവ പൊട്ടിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ചുവന്നുള്ളി ചേർത്ത് നല്ലോണം വഴറ്റുക. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നല്ലോണം വഴണ്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഒന്ന് വാടി ഗോൾഡൻ കളറാകുമ്പോൾ പൊടികളായ മുളക് പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി മിക്സിയിൽ അരച്ച് അതും കൂടി ചേർക്കാം. എണ്ണ തെളിയാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ 4 കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ചേർത്ത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. കഴുകി വൃത്തിയാക്കിയ മീൻ കൂടി ഇനി ചേർക്കാം. ചേർത്തതിന് ശേഷം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. മീൻ കയ്യിലുകൊണ്ട് ഇളക്കരുത്, കൈ കൊണ്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുത്താൽ മതി. മൂടി വെച്ച് വേവിച്ച് ഇതുപോലെ വറ്റി വരുമ്പോൾ കുറച്ച് ചുവന്നുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് താളിച്ചൊഴിക്കാം. മത്തിമുളകിട്ടത് തയ്യാർ. ചോറിനൊപ്പം കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായ ഒരു കറി കൂടിയാണ് മത്തിമുളകിട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.